പീതാംബരം കരവിരാജിതചങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ശേഷം പാലാഴി മഥനം കഥയാണ് പറയുന്നത്. ദുർവാസാവ് നല്ലൊരു മാല ഇന്ദ്രന് സമ്മാനിക്കുകയും ആ മാല ഐരാവതം എന്ന് പറഞ്ഞ ആനയുടെ കൊമ്പത്ത് വെച്ച് ഒരു നിമിഷം ഇന്ദ്രൻ തല നേരേക്കാൻ അമാന്തിച്ചതിനെ തുടർന്ന് ആന ഈ മാല താഴത്തേക്കിട്ട് ചവിട്ടുകയും അത് നശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദുർവാസാവ് ദേവന്മാരെ ഒട്ടടക്കം ശപിക്കുകയാണ്. ജരാനരയും വാർദ്ധക്യവും ബാധിച്ചു പോട്ടെ. ഒരാൾ ചെയ്ത തെറ്റിന് ദേവന്മാർ മൊത്തം അനുഭവിക്കേണ്ടി വന്നു. ദേഷ്യത്തിൻ്റെ ഒരു ദോഷമാണ് ഇവിടെ കാണുന്നത്. തിരിഞ്ഞും പറഞ്ഞ് നോക്കാണ്ടാണ് ശാപം, ദേഷ്യം. വലിയൊരു വിപത്ത് ദേവന്മാർക്ക് വന്നുപെട്ടതിനെ തുടർന്ന് അവരെല്ലാം ബ്രഹ്മാവിനെ പോയി കണ്ടു. ബ്രഹ്മാവ് തന്നെ കൊണ്ടാവാത്തതിനാൽ വിഷ്ണുവിനെ പോയി കണ്ടു. അങ്ങനെ ഭഗവാനെ പാലാഴി തീരത്ത് സ്തുതിച്ചു. വളരെയേറെ സ്തുതികളൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശംഖചക്രഗദാത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അപ്പോഴും ഒരു സ്തുതി, മുമ്പിൽ വന്നപ്പോൾ ഒരു സ്തുതി, മുമ്പേ ഒരു സ്തുതി, രണ്ടുമുണ്ട്. സ്തുതിച്ചിട്ടാണ് പ്രത്യക്ഷമായത്. പ്രത്യക്ഷമായപ്പോൾ അവർ സ്തുതിച്ചു. ബ്രഹ്മാവ് അജാതജന്മസ്ഥിതിസംജമായ അഗുണായ നിർവാണ സുഖാർണവായ അണോരണിംനെ അപരിഗണ്യധാംനെ മഹാനുഭാവായ നമോ നമസ്തേ. ഒരിക്കലും ജനിക്കാത്തതും അജാത, പിന്നെ ഏതൊരാളാണോ ലോകത്തിൻ്റെ സൃഷ്ടിത്തിരി സംഹാരങ്ങൾ നടത്തുന്നത്, അഗുണനാണ്, നിർഗുണനാണ്, മോക്ഷസുഖം തന്നെ ആയിട്ടുള്ളതും അണുക്കളിൽ വെച്ച് ചെറുതും വലുക്കളിത വസ്തുക്കളിൽ വെച്ച് വലിയതും ആയ മഹാനുഭാവായ ഭഗവാന് നമസ്കാരം. രൂപം തവേതത് പുരുഷർഷഭേജ്യം ശയോർത്തിവർ വൈദിക താന്ത്രികേണ. ശ്രേയസ് ആഗ്രഹിക്കുന്ന ആൾ വൈദിക മാർഗത്തിൽ കൂടിയിട്ടും താന്ത്രിക മാർഗത്തിൽ കൂടിയിട്ടും ഏതൊരു ഭഗവാനെയാണോ ഭജിക്കുന്നത് അതാണ് സർവേശ്വര അവിടുത്തെ രൂപം. ത്വയ് അഗ്രാസി ത്വയ് മധ്യാസി ത്വയ് അന്താസി ഇതമാത്മതന്ത്രേ. പ്രപഞ്ചത്തിന് മുമ്പേ ഉള്ളതും അങ്ങാണ്, ഇപ്പോൾ ഉള്ളതും അങ്ങാണ്, അത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണതും അങ്ങ് തന്നെയാണ്. മായ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും തെറ്റിച്ച് അതിലെല്ലാം പ്രവേശിച്ചിട്ട് ഇതിനെ കൊണ്ടു നടത്തുകയും അങ്ങ് ചെയ്യുന്നു. നിർമായ വിശ്വം തദനുപ്രവിഷ്ട. ചതുശ്ലോകി ഭാഗവതത്തിലും എന്ന് പറയുന്നുണ്ട്, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതന്നെയാണ് ഭാഗവതം മുഴുവനേ. ഇനി ഞാൻ എന്നെ ഉണ്ടാവാനും പോകുന്നുള്ളൂ, ഇപ്പോഴും ഞാൻ എന്നെ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ അനുപ്രവേശിച്ചിട്ടുണ്ട്. പ്രവേശനം ചെയ്തിട്ട് ഇതിനെയെല്ലാം കൊണ്ട് നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ കൊണ്ട് സ്തുതിച്ചു. ബ്രഹ്മാവ് പറയണം, അഹം ഗിരിത്രശ്ച സുരാദയോ ഏ. ബ്രഹ്മാവായ ഞാനും ദേവന്മാരും ശിവനും എല്ലാം അവിടുന്ന് തന്നെയാണ്, അങ്ങയിൽ നിന്ന് അന്യമായി വേറൊന്നും ഇല്ല. കേട്ടു. ഭഗവാൻ മേഘഗംഭീരമായിട്ടുള്ള വാക്കുകൊണ്ട് പലതരത്തിലും അവ ഇപ്പോൾ ഇടി വെട്ടുന്ന ശബ്ദത്തിനൊരു ഗാംഭീര്യം ഉണ്ടെന്നാണ് അല്ലേ. അങ്ങനെയാവാം. ചില പറയണം പർജന്യനാദം എന്ന് പറഞ്ഞാൽ മഴയാണ്, ഇടിയല്ല, ഇടി പേടിയാണ് എന്ന്. സുഖമായിട്ട് ഇങ്ങനെ മഴ പെയ്യാണ്, ഇടിയില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഇതൊക്കെ ഈ മഴയെ ഇഷ്ടപ്പെടണവരാ. യാത്ര ചെയ്യേണ്ടവർക്ക് മാത്രമേ അതിനോട് ഇഷ്ടമല്ലേ ഉള്ളൂ അല്ലേ. തണുപ്പാണ്, സുഖമാണ്, മഴ വേണ്ടതാണ്. അതാണ് ജീമൂത ഗംഭീരയാ മേഘഗംഭീരയാ വാച എന്നൊക്കെ പല ദിക്കിലും ഇങ്ങനെ മേഘങ്ങളുമായിട്ട് ഇടിവെട്ടിൻ്റെ ഗാംഭീര്യം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ വാക്കിനെ അങ്ങനെ പറയാറുണ്ട്. ഗാംഭീര്യമുള്ള വാക്കുകളെ ഇടിവെട്ടുമായിട്ട് സാദൃശ്യപ്പെടുത്താറുണ്ട്. എങ്ങനെയായാലും നല്ല വാക്കുകളോട് പറഞ്ഞു. ഹന്തബ്രഹ്മന്ന കോശംഭോ ഹേ ദേവ മമ ഭാഷിതം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. എന്താണത്? യാത ദാനവദേയാത്താവർ സന്ധിർവിധേയതാം കാലേനാനുഗൃഹീതസ്തേയാത്മന. കാര്യത്തിന് വേണ്ടി ശത്രുക്കളെ കൂടെപ്പോൾ ചില വിട്ടുവീഴ്ചകളോ ബന്ധങ്ങളോ നീക്കുപോക്കുകളോ സന്ധികളോ വേണ്ടി വരും.
അസുരന്മാർ സ്ഥിരം നിങ്ങളുടെ ശത്രുക്കളാണ് എങ്കിലും ആ ശത്രുത മറന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം? അമൃതോത്പാദനേ യത്നക്രിയതാമവിളംബിതം. ആ അമൃത് കിട്ടാനായിട്ടുള്ള ശ്രമം നടത്തുക. അതെങ്ങനെയാണ്? പാലാഴി കടഞ്ഞിട്ട് വേണം ആ അമൃത് ഉണ്ടാക്കുവാൻ. ആ അമൃത് ഭക്ഷിക്കുന്നതായാൽ നിങ്ങളുടെ ജരാനര പോവും, നിങ്ങൾ നിത്യയവനയുക്തന്മാരായി മാറുകയും ചെയ്യും. യസ്യ പീതത്രവേ ജന്തുർ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. മൃത്യുഗ്രസ്തരായിട്ടുള്ള എല്ലാവരും അമരന്മാരായിട്ട് ഈ അമൃത് കഴിക്കുകയാണെങ്കിൽ മാറും. ക്ഷിപ്ത്വാ ക്ഷീരോദതോ സർവാ വീരുത്തൃണലദൗഷധി. ഔഷധികളൊക്കെ അതിലിട്ടുകൊണ്ട് ആ പാലാഴി നിങ്ങൾ കടകണം. പിന്നെയോ മന്ദാനം മന്ദരം കൃത്വ. കടകോല് മന്ദരപർവ്വതത്തെയാണ് കടകോലാക്കേണ്ടത്. വാസുകിയെ കയറും ആക്കണം. അതിനുശേഷം പാലാഴി കടഞ്ഞാൽ അതിൽ നിന്ന് അമൃതം ഉണ്ടാവും. ഇടയിലുള്ള വസ്തുക്കളെക്കുറിച്ച് തർക്കം ഉന്നയിക്കരുത്. പ്രധാനപ്പെട്ടൊരു വിഷയത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഇടയിലുള്ള ചെറിയ സംഗതിയെപ്പറ്റി പറഞ്ഞ് തർക്കം ഉണ്ടാക്കി തമ്മിൽ തല്ല് ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നും ഭഗവാൻ ഓർമ്മിപ്പിച്ചു. അമൃത് കഴിക്കുകയാണെന്ന് വെച്ചാൽ മരിക്കാണ്ടിരിക്കാമെന്ന് കേൾക്കേണ്ട താമസം. അസുരന്മാരെ പോയിട്ട് അവർ വേഗം വിളിച്ചു, ഹേ ദാനവ, ഓരോ അവരുടെ പേരൊക്കെ വിളിച്ചു. പുലോമാ ഏതേന്നൊക്കെ പേര്, ശമ്പര, അരിഷ്ടനേമി. നമ്മൾ ഈ വലിയമ്മടിയും ചെറിയമ്മടിയും മക്കളാണല്ലേ, അതിഥിയും ദിതിയാണല്ലോ. ദിതിയുടെ മക്കളാണല്ലോ ദേതേയർ, അസുരർ. ഈ എന്തിനാ അങ്ങനെ തമ്മിൽ തല്ലി നടക്കണത്? തമ്മിൽ തല്ലി നടക്കണമെന്ന് ഇപ്പോൾ ആരും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ യോജിച്ചാൽ പല നേട്ടങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ശക്തിയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് നോക്കി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് നല്ല ശക്തിയുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്. പക്ഷേ ശക്തിയും ബുദ്ധിയും ഇപ്പോൾ ഇവിടെ രണ്ടായിട്ടാണ് നിൽക്കണം. നിങ്ങൾക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിലും കായിക ബലം പോരാ. ഇത് രണ്ടും കൂടിയാണ് യോജിപ്പിക്കുകയാണെങ്കിൽ എന്തെല്ലാം ബലം ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവുക, ശക്തി ഉണ്ടാവുക. അപ്പം അതാ ഭഗവാൻ പറഞ്ഞിരിക്കണു, പാലാഴി കിടന്നാൽ അമൃതം കിട്ടും എന്ന്. അപ്പോൾ അമൃതം കിട്ടിയാൽ മരിക്കും വേണ്ട, പിന്നെ ജരാനരിയില്ല, വാർദ്ധക്യമില്ല. എന്നാൽ ഞങ്ങൾ വരാം എന്നായി അസുരന്മാർ. നാം അന്തരപർവ്വതം പൊന്തിക്കുക, അതിനോണ്ട് വേണമല്ലോ കടയാൻ. അന്തരപർവ്വതം പൊന്തിച്ചപ്പോൾ ഉണ്ട് അത് കയ്യിൽ നിന്ന് വീണ് ചിലരൊക്കെ കൈ പോവുക, കാല് പോവുക, ചിലത് കൈ കുടുങ്ങുക. ഭഗവാൻ അവിടെ വന്നിട്ട് ഒരു ചെറിയ നെല്ലിക്ക കയ്യിലെടുക്കണ പോലെ എടുത്ത് ഗരുഡൻ്റെ പുറത്താണ്ട് വെച്ചു. എന്നിട്ട് ഇതാ പാലാഴിയിൽ അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. വാസുകിയെ പോയിട്ട് കണ്ടു. വാസുകി, ഈ പാലാഴി ഒന്ന് കടയാൻ നീയൊന്ന് വരണം, നിന്നെ ചുറ്റി കടയാനാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കണം. വാസുകി ആരെങ്കിലും സമ്മതിക്കുമോ? അത് എൻ്റെ ശരീരമൊക്കെ പൊട്ടി ആകെ അപകടമാവില്ലേ, മരണം വരെ സംഭവിക്കും. അയ്യോ അത് ക്ഷമമുണ്ടെന്ന് പറഞ്ഞു. അല്ല അങ്ങനെയില്ല വാസുകി, മുഴുവൻ കേൾക്ക്. അത് ചുറ്റിക്കടഞ്ഞാൽ അമൃതം കിട്ടും. ആ അമൃതം കഴിച്ചാൽ എൻ്റെ കേടുവന്ന ശരീരഭാഗങ്ങളൊക്കെ പഴയ പോലെയാവും. മാത്രമല്ല നിനക്കൊരിക്കലും മരിക്കും വേണ്ട. മരിക്കേണ്ടാത്തൊരു സംഗതി ഉണ്ടോ? എന്നാൽ ഞാൻ വരാം എന്നായി വാസുകി. അതെ, അങ്ങനെ തന്നെയാണ്. എന്നാൽ ചുറ്റി കടഞ്ഞ് നോക്കുമ്പോൾ പർവ്വതം ഉണ്ട്, വെള്ളത്തിലേക്ക് പോണു. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ എല്ലാവരും ഭഗവാനെ സ്മരിച്ചു. ഭഗവാനാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ആൾ. സർവേശ്വര എന്ത് ചെയ്യണം എന്ന് നിശ്ചയില്ലാത്ത അവസ്ഥ വന്ന് പെട്ടിരിക്കണു. ഭഗവാൻ അവിടെ എത്രയോ വലിയ ഒരു കൂർമ്മസ്വരൂപമായിട്ട് അങ്ങോട്ട് മാറുകയാണ്. വിലോക്യ വിഘ്നേശ വിദിന്ദദേശരോ ദുരന്ത വീര്യോ വിദതാഭിസന്ധി കൃത്വാവബുക്കാച്ഛപമദ്ഭുതം മഹർ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. എത്രയോ യോജന വിസ്തീർണമുള്ള പർവ്വതത്തിനെ പൊക്കേണ്ടതാണ്. ചെറിയ ആമയായ പറ്റുമോ? വളരെ വലിയ കാച്ഛപം, വളരെ ദൃഢമായിട്ടുള്ള ഒരു പുറന്തോടോട് കൂടിയിട്ട് കാച്ഛപമദ്ഭുതം ആ ആമയുടെ സ്വരൂപത്തെ പ്രാപിച്ചു. വളരെ വേഗം ആ പർവ്വതത്തിനെ മുകളിലേക്കാണ്ട് ഉയർത്തി. ഇനി താഴത്തേക്ക് പോയില്ല, കാരണം അവിടെ നല്ലൊരു തടവുണ്ട്. ഭഗവാൻ ആമയായിട്ട് നിൽക്കുക. എന്നിട്ടോ മറ്റേ ഭാഗം കൊണ്ട് കൈ കൊണ്ട് മുകളിൽ തടുത്തു. ഇത് മുകളിലേക്കും പോകാൻ പാടില്ല, കീഴ്പ്പെട്ടും പോകാൻ പാടില്ല. പെട്ടെന്ന് കീഴ്പ്പെട്ട് ഒഴിയാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് ഈ ലോകത്തിൽ ചിലതല്ലേ. മുകളിൽ കൈ കൊണ്ടും തടഞ്ഞു, താഴെ ആമയുടെ സ്വരൂപത്തിലും തടഞ്ഞു. മറ്റൊരു സ്വരൂപമായിട്ട് ഭഗവാൻ ശക്തിയായിട്ട് ഊർജമായിട്ട് ഇവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു ചിത്രം അവിടെ ഇങ്ങനെ വർണ്ണിക്കും. മേഘശ്യാമക്കനകപരിധി കർണവിദ്യോത വിദ്യ മൂർത്തി പ്രാജത്പിലുളിതകച രക്തരോ രക്തനേത്രാം ജേത്രേ ദോർപി ജഗതഭയതേർദന്തശൂകം ഗൃഹീത്വാ
മത്നന്മത്ന പതിഗിരിദിവാശോപതുദ്ധൃതാദ്രീ. ആ പർവ്വതവും ഭഗവാനും ഒരുപോലെ ശോഭിച്ചു എന്നാണ്. പർവ്വതത്തിൽ ഈ മഞ്ഞപ്പട്ടിന് പകരം കൊന്ന പോലത്തെ മഞ്ഞ നിറമുള്ള പൂക്കളുണ്ട്. പല പൂക്കളും ചേർന്ന ഏകദേശം ഒരു സ്വർണം ആഭരണങ്ങൾ ഭഗവാന്റെ ശരീരത്തിലുണ്ട്. കിങ്ങിണി മുതലായിട്ടത് വളകളൊക്കെ സ്വർണ്ണമാണല്ലോ. ഭഗവാൻ ഒരു കാവ്യമുണ്ട് പോലത്തെ ഒന്ന് ഉത്തരീയായിട്ട് അരയെ കെട്ടിയിട്ടുണ്ട്. ജലത്താളും വാദ്യമൊക്കെ കെട്ടണവരെ മേൽമുണ്ട് അരയെ കെട്ടിയിട്ടാകട്ടെ, അത് അവരുടെ ഒരു സ്റ്റൈലാണ്. എന്ന പോലെ ഇപ്പോൾ ഇവിടെ ഒരു കാര്യത്തിന് ഒരുങ്ങിയിരിക്കുകയല്ലേ. ഉത്തരീയമായിട്ട് ധരിച്ചിരിക്കുന്നത് ഭഗവാൻ എന്ത് ചെയ്തിരിക്കണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണിട്ട് പറന്നിട്ട് അബദ്ധം ഉണ്ടാക്കണ്ട വെച്ചിട്ട് അരയിലാണ് കെട്ടി. പർവ്വതത്തിൻ്റെ മുകളിലുണ്ട് ആ നിറത്തിലുള്ള മണ്ണ്, കാവ്യമണ്ണ് ഇല്ലേ, അതേപോലെ ചെയ്യണമെന്ന് പറയണം. പച്ച ഇലകൾ മുതലായിട്ടതൊക്കെ ഉണ്ട് പർവ്വതത്തിൽ. അതേപോലെ വനമാലയിലും ഉണ്ട് തുളസി മുതലായിട്ടുള്ള ഇലകൾ. കനകാഭരണങ്ങൾക്ക് തുല്യം പർവ്വതത്തിലും സ്വർണ്ണത്തിൻ്റെ നിക്ഷേപം ഉണ്ടാവും, കൊന്ന പൂ പോലത്തെ പൂക്കളും ഉണ്ടാവും. അങ്ങനെ പർവ്വതവും ഭഗവാനും ഏകദേശം ഒരേപോലെ ശോഭിച്ചു എന്ന് പറയണം. അങ്ങനെയാണ് കടയാനായിട്ട് തുടങ്ങിയില്ലേ. നിർമത്യമാനാവുദിതേരഭൂദ്വിഷം മകുൽബണം കാലകലാക്രമഗ്രതാം. അതിഗംഭീരമായിട്ടുള്ള ദുർഗന്ധം അവിടെ പരന്നു. ശക്തമായിട്ട് ത്രൈലോക്യദഹനം, 3 ലോകത്തെ നശിപ്പിക്കണ വിഷാത്രേ ആദ്യം പൊന്തി വന്നത്. ആകെ കൂടി ചെയ്തത് മുഴുവൻ അബദ്ധമായോ ഈശ്വര, മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അമൃതവും വേണ്ട ഒന്നും വേണ്ട, വിഷം ഇല്ലാണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് ഈ കടഞ്ഞത് അബദ്ധമായോ. എല്ലാവർക്കും ഭയമായി. ത്രൈലോക്യതകനാത് വിഷാർ, എല്ലാവരും പരമേശ്വരനെ ശരണം പ്രാപിച്ചു. ഈ തമോ ഗുണം, വിഷം, ഇരുട്ട് മുതലായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ലതാരാ അറിയോ? ശിവനാണ്. ഈ ദൈവങ്ങളുടെ ഇടയിൽ ചില വകുപ്പൊക്കെ ഉണ്ട്. ഈ വിഘ്നേശ്വര ത്രൈലോക്യ വിഘ്നേശ വിധി എന്ന് പറഞ്ഞിട്ടാണ്. തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരനെ സ്മരിക്കണമെന്ന് വിഘ്നേശ്വരന് വലിയ നിർബന്ധം അത്രേ. വേറെ ദേവന്മാർക്കൊന്നും അതില്ല എന്നാണ്. എന്നെ ഭജിച്ചോളണമെന്ന് ശിവൻ പറയില്ല, വിഷ്ണു പറയില്ല, വേണച്ചാൽ ഭജിച്ചാൽ മതി, അത് അവരുടെ ഇഷ്ടമാണ്. വിഘ്നേശ്വരൻ അങ്ങനെയല്ല. ഏത് ദേവനെ ഭജിക്കുമ്പോഴും മുമ്പിൽ എന്നെ ഭജിച്ചോളണം, അല്ലെങ്കിൽ എന്തെങ്കിലും വികടം ഒപ്പിക്കും മൂപ്പരെ. ഏതാണ് സർവവിഘ്ന കരം ദേവം സർവവിഘ്ന ഹരം ദേവം രണ്ടും പറയാമെന്നാ. കരം എന്ന് പറഞ്ഞാൽ വിഘ്നം ഉണ്ടാക്കി തീർക്കുന്നവൻ, അതിനെക്കൂടെ സ്വഭാവം ഉണ്ടെന്നാണ്. എനിക്ക് ആദ്യ പൂജ തന്നില്ലെങ്കിൽ ഞാനൊക്കെ മുടക്കും. ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് വിഘ്നേശ്വരനെ വിഘ്നം തീർക്കാനായിട്ട് ആദ്യം തന്നെ വേണമെന്നാണ്. പിന്നെ പൂജിക്കല്ല, ആദ്യം തന്നെ വിഘ്നേശ്വരനെ പൂജിക്കുക. ഒരു ധനം ഉണ്ടാവണം വെച്ചാൽ മഹാലക്ഷ്മിയെ പൂജിക്കുക. പ്രപഞ്ച കാര്യങ്ങൾക്കൊക്കെ അധികം ലക്ഷ്മിയാണ് നല്ലത്, ഈശ്വരദേവിയാണ് നല്ലത്. തീരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിഷ്ണുവിനും ശിവനും അവർക്ക് അങ്ങനത്തെ വകുപ്പല്ല ഇഷ്ടം. അവർക്ക് ഗംഭീരമായിട്ടുള്ള മോക്ഷം അത്തരമുള്ള കാര്യങ്ങളെ അവർ ഇടപെടാറുള്ളൂ. ഗുരുവായൂരപ്പനെ വെച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അതൊരു പ്രത്യേക അവതാരമാണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ ശരിക്കും അവതാരം തന്നെയാണ്. എന്ത് ചോദിച്ചാലും ഭക്തന് കൊടുക്കുകയും ചെയ്യും, ഏത് രോഗവും മാറ്റി കൊടുക്കുകയും ചെയ്യും. ഒന്ന് സാക്ഷാൽ വിഷ്ണുവിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. മറ്റത് അവരതിലൊന്നും ഇടപെടില്ല എന്നാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അവർക്ക് ശ്രദ്ധ. അപ്പോൾ ഇവിടെ പരമേശ്വരനെ ആശ്രയിച്ചു. ത്രാഹിനശ്ചരണാവന്നാൻ ത്രൈലോക്യദഹനാത് വിഷാത്. 3 ലോകവും നശിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് സർവേശ്വര പരമേശ്വര രക്ഷിക്കണേ. അപ്പോൾ ഭഗവാൻ വിഷമിച്ചാലും വേണ്ടില്ല ലോകത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ആ വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. ഭൂതഭാവനായിരിക്കുന്ന ആ ഭഗവാൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ആ വിഷാണ് ഭക്ഷിക്കുകയാണ്. പാർവതി പ്രഭാവജ്ഞാന്യമോദത. തൻ്റെ ഭർത്താവിൻ്റെ ശക്തി അറിയാവുന്ന പാർവതിക്ക് ഇതിലൊരു പരിഭ്രമം ഉണ്ടായില്ല. കഥ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ എത്തി. പാർവതി വായ പൊത്തി, വിഷ്ണു കഴുത്ത് പിടിച്ചു, ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഭാഗവതത്തിൽ പറയണത് തൻ്റെ ഭർത്താവിന് ഈ വിഷമല്ല, അതിൻ്റെ അപ്പുറത്തെ വിഷം വന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളതായ പാർവതി ഒട്ടും പരിഭ്രമിച്ചില്ല. പ്രഭാവജ്ഞ, തൻ്റെ ഭർത്താവിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് അറിയുന്നവൾ, അന്യമോദത. അങ്ങനെ തന്നെ നാഥാവ് വേണ്ടത്. ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ്. എന്നിട്ടോ തതക്കരതലീകൃത്യ വ്യാപി ഹലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. കൃപ കൊണ്ട് ഭൂതഭാവനായിരിക്കുന്ന ഭഗവാൻ അങ്ങനെ ലോകത്തെ രക്ഷിച്ചു. താഴ്ത്തു വീണതായിട്ടുള്ള വിഷം പാമ്പ്, തേള് മുതലായിട്ടുള്ള സ്വരക്ഷയ്ക്കായിക്കൊണ്ട് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്തു. അവർക്കും ഒരു രക്ഷാമാർഗം വേണമല്ലോ, അല്ലെങ്കിൽ അവർ മനുഷ്യൻ ഇപ്പം തന്നെ വെച്ചേക്കണില്ല.
ഇനി വിഷം കൂടിയില്ല വെച്ചാൽ അവർ ആൾക്കാരൊക്കെ നശിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളും കൂടി എടുത്തിട്ട് കളിക്കാൻ തുടങ്ങും പാമ്പുകളെ അല്ലേ. ഈ വിഷം എന്നുള്ള ഒരൊറ്റ സംഗതി കൊണ്ടാണ് അതിനെ പേടിക്കണത്. വേറെ ഇപ്പോൾ പാമ്പിനെ പേടിക്കാൻ എന്താ ഉള്ളത്? പ്രസ്കന്നം പിബതപ്പാണോർ. അപ്പം അണയർ കൈകളിൽ നിന്ന് വീണതായിട്ടുള്ള വിഷത്തെ അവരും സ്വീകരിച്ചു. അങ്ങനെ വിഷത്തെ ഉള്ളിൽ വെച്ചു പരമേശ്വരൻ. ഇതിൽ നിന്ന് ഒരു പാഠം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ടെന്നാണ്. ഒരാൾക്ക് ദോഷം ഉണ്ടാക്കണ കാര്യമൊക്കെ എവിടെ പറയേണ്ട ആവശ്യമില്ല. നല്ലതോ ചന്ദ്രക്കല അതെല്ലാവർക്കും കാണത്തക്ക വിധം ഭഗവാൻ തലയിലാണ് വെച്ചിരിക്കണം, ആരിൽ നിന്നും മറിച്ചിട്ടില്ല. നമ്മളൊക്കെ നല്ലതൊക്കെ ആർക്കും കാണാണ്ട് സ്വന്തമാക്കി വയ്ക്കുക, ആരും കാണാട്ടോ, ചോക്കേറ്റ ചെയ്താൽ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടേ ഭഗവാൻ എന്ത് ചെയ്തു? നല്ലതെല്ലാവർക്കും കിട്ടട്ടെ ചന്ദ്രൻ്റെ പ്രകാശം. ചീത്ത ഉള്ളിൽ വെച്ചു, അതാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പല സംഗതികൾ പാലാഴിയിൽ നിന്നുണ്ടായി. അമൃതം അവസാനമേ ഉണ്ടായുള്ളൂ. പീതേ ഗരേ വൃഷാങ്കേണ പ്രീതാർത്തേ അമരദാനവ മമന്ധുത്തരസാ സിന്ധം അവിദ്ധാനീ തതോഭവ. പിന്നെ വന്നിരിക്കുന്ന കാമധേനുവാണ്. അതിനുശേഷം പാരിജാത വൃക്ഷം, അപ്സരസുകൾ, ഇതെല്ലാം ദേവന്മാർ സ്വീകരിച്ചു. ഒക്കെ അവരുടെ തന്നെ ആയിരുന്നു. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് അതൊക്കെ പാലാഴിയിലേക്ക് പോയത്. അപ്പോൾ ആ പോയത് ഓരോന്നോരോന്നായിട്ട് അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. ഐരാവതം എന്ന് പറഞ്ഞിട്ടുള്ള നാൽക്കൊമ്പനാന, അതിനെ ദേവേന്ദ്രൻ സ്വീകരിച്ചു. അങ്ങനെ പാരിജാതം മുതലായിട്ടൊക്കെ കാമധേനു ഇവരൊക്കെ ദേവന്മാർ സ്വീകരിച്ചു. കൗസ്തുഭരത്നം വന്നു. കൗസ്തുഭാക്യമഭൂത് രത്നം ഭഗവാന്റെ കഴുത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ, തെറിച്ചതാണ് ദുർവാസാവിൻ്റെ ശാപം കൊണ്ട്. അതും തിരിച്ചു വന്നിരിക്കുന്നു. എവിടെയായിരിക്കേണ്ട, ആർക്കാ വേണ്ടത് സംശയമൊന്നുമില്ല. കൗസ്തുഭം വേഗം ഭഗവാന്റെ കഴുത്തിൽ ചാടി അവിടെ ഉണ്ടിരുന്നു. അപ്പം നോക്കുമ്പോഴാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സർവേശ്വരിയായ മഹാലക്ഷ്മി, എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുന്നതായിട്ടുള്ള ദേവി മഹേശ്വരി അല്ലേ. രാജസവും താമസവും ഉള്ള രാജസാണ് ഈ മഹാലക്ഷ്മി എന്നാണ്. സാത്വികൻ സരസ്വതി. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. നമ്മുടെ ധ്യാനത്തിലും വന്ദേ പത്മകരാം പ്രസന്നവദനാം പത്മാസനസ്ഥിതാം എന്നൊക്കെ പറയാറുണ്ട് ലക്ഷ്മിയെ പറ്റി ഒരുപാട് ശ്ലോകങ്ങൾ. താമരയിലിരിക്കുന്നവൾ പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലേ പത്മദളായദാക്ഷി. താമര, താമരയുടെ ഇതൾ പോലെ മനോഹരമായ കണ്ണ്, താമരയിലിരിക്കുന്നവൾ, താമര പോലെയുള്ള പത്മദളായദാക്ഷി. വിശ്വപ്രിയ എന്ന് പറഞ്ഞിട്ട് താമരയെക്കുറിച്ചിട്ടാണ് കുറേ തുതികളൊക്കെ. പത്മപ്രിയേ, താമര ഇഷ്ടമുള്ളവളേ. ഭഗവാന് താമര വലിയ ഇഷ്ടമാണ്, അപ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടമാവണ്ടേ. ഭാര്യ ഭർത്താവ് ഒരു വഴിക്കല്ലേ നീങ്ങുക. പത്മപ്രിയേ പത്മിനി, പത്മത്തിൽ നിന്നുണ്ടായവൾ. പത്മഹസ്തേ, കയ്യിലൊരു താമര പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും താമരയ്ക്ക് സമാനം. താമര എന്ന് പറഞ്ഞാൽ ഉത്തമ പുഷ്പമാണ്. അതാണ് എല്ലാ പൂക്കളിലും വെച്ചിട്ട് താമര അതിന് നല്ലൊരു സ്ഥാനം കൊടുത്തത്. അതിൽ നിന്ന് മഹാലക്ഷ്മിയുടെ പൊന്തി വന്നു. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായി മഹാലക്ഷ്മിയിൽ. ഒരു സ്ത്രീയെ കണ്ടാൽ അപ്പോൾ ഏത് പുരുഷനും ആഗ്രഹം ഇല്ലാണ്ടിരിക്കുക. പക്ഷെ അവരുടെ കൂടെ ഒന്നും ലക്ഷ്മി പോയില്ല കേട്ടോ. കാരണം ചില ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പുറത്ത് ദോഷം കണ്ടു. നൂനം തപോ യസ്ത്യനമന്യു നിർജയോ. തപശക്തിയൊക്കെ ഉള്ളവരുണ്ട് അവിടെ. ദുർവാസാവ് ഇല്ലേ, വിശ്വാമിത്രനൊക്കെ ദേഷ്യം ഒതുക്കാൻ കഴിയണില്ല. തപശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ സന്ദർഭം വന്നാൽ ദേഷ്യം വരും. അതൊരു ശരിയല്ല. മൂക്കത്ത് ചുണ്ടിയായിട്ടുള്ള ഒരാളെ ഏതെങ്കിലും സ്ത്രീകൾ ആഗ്രഹിക്കുമോ? ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അയാൾക്ക് മൂക്കത്ത് ആ ചുണ്ടി അയാളുടെ കൂടെ കഴിഞ്ഞുകൂടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് വേണ്ടാന്ന് ഇരിച്ചു. പിന്നെ വേറെ ആളെ കണ്ടതോ കച്ചിൻ മഹാൻ തസ്യന കാമനിർജയ. കാമത്തെ ജയിക്കാൻ കഴിയാത്ത ബാക്കി ഗുണങ്ങളൊക്കെ ഉണ്ട് ബ്രഹ്മാവ്. സ്വപുത്രിയായിട്ട് സരസ്വതിയിലും കൂടി ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹം ഉണ്ടായില്ലേ. അതെന്തായാലും തൻ്റെ ഭർത്താവ് അങ്ങനെ ഒരാളാവണത് തനിക്ക് ഭൂഷണമല്ല. പിന്നെ ധർമ്മക്വചിൽ തത്രണ ഭൂതസൗഹൃദം. ഭൂതസൗഹൃദം ജീവജാലങ്ങളോടുള്ള ദയ ഒഴികെ ബാക്കി ധർമ്മബോധമേ ഉള്ളൂ. അതില്ല. ജീവികളെ കണ്ടാൽ തൻ്റെ സ്വാർത്ഥത്തിന് അവയെ കൊല്ലാനും മടിക്കാത്ത ആൾക്കാരെ നശിപ്പിക്കുന്നവർ. ബാക്കി ധർമ്മബോധമൊക്കെ ഉണ്ട്. സ്വാർത്ഥം വന്നാൽ, തൻ്റെ കാര്യം വന്നാൽ ഏത് ജീവിയും കൊല്ലും. ഹിംസാ സ്വഭാവം അത്ര നല്ലതല്ല എന്നാണ്. കഴിയുന്നത് ഒരു ജീവിയെ വെറുതെ വിടുക, ചത്തതിയെ പൊക്കോട്ടെ അല്ലേ. മഹാന്മാരൊക്കെ അങ്ങനെ പറയുള്ളൂ, അതിൻ്റെ വഴിക്ക് വന്ന വഴിക്ക് പൊക്കോട്ടെ. നമ്മളെന്തിനാ വടിയെടുത്ത് തല്ലാനും കൊല്ലാനും നിൽക്കണം? പക്ഷെ അങ്ങനെ ഒരു ഭാവം അല്ലാത്തവരാണ് ഇവിടെ ഉള്ളത്. ഇനിയോ ക്വചിച്ചിരായുർണകി ശീലമംഗളം. ആയുസ്സുള്ളവർക്ക് സ്വഭാവം പോരാ. അങ്ങനെ ഒരാളെ ജീവനാന്തം ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയോ സ്വഭാവമൊക്കെ നല്ല സ്വഭാവ
32 വയസ്സ് കഴിഞ്ഞ ശേഷം ചിന്ത്യം. ജാതകം അവിടെ നിർത്തത്രേ. എന്നുവെച്ചാൽ അവിടെ ഒരു മരണഘട്ടമുണ്ട് എന്നാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ജാതകം പിന്നെ എഴുതാമെന്ന് പറയും ജ്യോത്സ്യന്മാർ. കാര്യം പറയില്ല, പേടിപ്പിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ആയുസ് കുറവാണ്, നല്ല സ്വഭാവമായിട്ട് കാര്യമുണ്ട്. ചെറുപ്പത്തിലേ വൈധവ്യം ഏൽക്കാൻ ഇഷ്ടമുണ്ടാവുമോ? അപ്പം അതും വേണ്ട എന്നായി. പിന്നെയോ എത്രോ ഭയം കുത്രചസോപ്യമംഗള സുമംഗള കച്ചനകാംക്ഷദേഹിമാം. ആ വേറൊരാളുണ്ട്, ആയുസ്സും ഉണ്ട് സ്വഭാവവും നന്ന കണ്ടാലോ അതിസുന്ദരൻ സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അതിലും ഇതൊക്കെ കടത്തി വെട്ടാൻ സൗന്ദര്യമുള്ള ഒരാൾ ഈ ത്രിലോകത്തിലുണ്ടോ? അല്ലേ? ഗുണാൻ സുസ്ഥാഗുണാൻ ഭുവനസുന്ദരാന്ന് രുക്മിണിയടക്കം സ്വയംവരത്തിൽ സന്ദേശത്തിൽ പറഞ്ഞ ഭുവനസുന്ദര. അക്കാര്യത്തിൽ അങ്ങേ കടത്തി വെട്ടാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? ആ കാര്യത്തിലേ നല്ല ഏത് കാര്യത്തിലും ഉണ്ടോ? നല്ല സൗന്ദര്യമാണ്. എന്നാലോ സ്ത്രീജനാസക്തി ഒട്ടുമില്ല. അങ്ങനെ ഒരാൾ പറ്റുമെന്നാണെങ്കിൽ മനസ്സിലായി ലക്ഷ്മിക്ക് അതന്നെയാണ് തനിക്ക് വേണ്ടത്. ഏത് സ്ത്രീജനാസക്തി അല്ലാത്ത വഴിവിട്ട സ്ത്രീജനാസക്തി അല്ലാത്തതേ അത് നല്ലതാണ്. ഒരു സ്ത്രീയിൽ ആസക്തി ഇല്ലാത്തവരെ ഏതെങ്കിലും ഇഷ്ടമാകുമോ സ്ത്രീക്ക്? അത് കുഴപ്പമൊന്നുമില്ല. തൻ്റെ പത്നിയിൽ ആഗ്രഹമുണ്ട്, പത്നിയെ സന്തോഷിപ്പിക്കും, ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള സ്ത്രീ വിഷയമുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാത്ത സ്ത്രീ വിഷയമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീയിലൊട്ടും കഞ്ചനകാംക്ഷദേഹിമാം, എന്നെ കൂടി ആഗ്രഹിക്കാത്ത ആളാണ് ഭഗവാൻ. ലക്ഷ്മി ഭഗവാൻ എന്തിനാന്ന് വെച്ചാൽ ആവശ്യമില്ല. ഭഗവാന് ലക്ഷ്മിയുടെ സഹായം ഇല്ലെങ്കിലും വേണ്ടതൊക്കെ ഭഗവാന് തന്നെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ ലക്ഷ്മിയിൽ താല്പര്യമില്ല. പക്ഷേ തനിക്ക് താല്പര്യമുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് താല്പര്യമില്ലാത്തവരിലാവുമല്ലോ അങ്ങോട്ട് താല്പര്യം ഉണ്ടാവുക. ഈ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാ. ഇങ്ങോട്ട് വേണ്ട വെച്ചാൽ അവളെ തന്നെ നമുക്ക് വേണ്ടി വരും, ഇല്ലേ? നമ്മുടെ മനസ്സ് അങ്ങോട്ടേ പോകുള്ളൂ. എത്ര വേണ്ടാന്ന് വെച്ചാലും. അപ്പോൾ അവളെ നമുക്ക് വേണ്ട വെച്ചാലോ അവൾക്ക് നമ്മളിലാവും താല്പര്യം. ഇത്ര ഉണ്ട് ഉദാഹരണങ്ങളിലെ കഥകളിലൊക്കെ തീമാക്കിയിട്ട് ഇങ്ങനത്തെ കഥ എഴുതലുണ്ട്. അങ്ങോട്ട് ഉണ്ടാവില്ല, അങ്ങോട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വിവരിച്ചത്. ലക്ഷ്മിക്ക് താല്പര്യമുണ്ട്, ഭഗവാനോ ഒട്ടും താല്പര്യമില്ല. എന്നാൽ ലക്ഷ്മി വിചാരിച്ചു എനിക്ക് അങ്ങനെ സ്ത്രീലമ്പടന്മാരെ അല്ല വേണ്ടത്. ഓരോ ദുഃഖമൊക്കെ ആ കാര്യത്തിലുള്ള ഈ ഭഗവാനെ ഞാനിതാ സ്വീകരിക്കുന്നു. അപ്പോഴേക്കും അവിടെ പട്ട കൊടുപ്പിച്ച് വരണമാല്യം കയ്യിൽ കൊടുത്ത് അഭിഷേകം ചെയ്ത് ലക്ഷ്മിയെ വേണ്ട പോലെ ഉപാസിച്ച് കൊണ്ടാടി പൂജിച്ചിട്ടുണ്ടായിരുന്നു മഹർഷിമാർ. ഈ വരണമാല്യതാ ഭഗവാന്റെ കഴുത്തിലാണ് ഇട്ടു. ശംഖതൂര്യമൃദംഗാനാം വാദിത്രാണാം മൃദുസ്വന. ശംഖനാദം വാദ്യഘോഷം പുഷ്പവൃഷ്ടി മുകളിൽ നിന്നൊക്കെ ഉണ്ടായി. ആ ലക്ഷ്മിയെ മാറോടാണ്ട് ചേർത്തു ഭഗവാൻ. നമ്മുടെ സപ്തസംഹിതകളിൽ സ്ത്രീകൾക്ക് ഉത്തമമായിട്ടുള്ള സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. മനുഷ്യന്മാരാണ് പിന്നീട് അതല്ലാണ്ടാക്കി തീർക്കണം. അത് ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല. എവിടെയാ ബ്രഹ്മാണിക്ക് മുഖത്താണ് സ്ഥാനം കൊടുത്തത്. ശിവനോ ഇതിലൊന്നൊക്കെ അപ്പറ തൻ്റെ ശരീരത്തിൻ്റെ പകുതി പകുത്തിട്ടാണ് പാർവതിക്ക് കൊടുത്തത്. അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പോൾ ഒരു ത്രിമൂർത്തികളിലും സ്ത്രീയെ തള്ളിയിട്ടില്ല, പിന്നാക്കം കണ്ടിട്ടില്ല. ഒപ്പം പുരുഷനോട് കൂടി നിൽക്കേണ്ടവളാണ് മാർത്ത്. ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം കൊടുത്തു. ശരിയായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് ഇരുത്തിയതെന്നർത്ഥം. അതിനുശേഷമാണ് ലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി വന്നു. ധനം കയ്യിലുണ്ടായാൽ ചീത്ത സ്വഭാവം വരും. അതുവരെയൊക്കെ വലിയ കുഴപ്പമില്ല. കുടി തുടങ്ങുക, വേണ്ടാത്ത കഴിക്കാൻ തുടങ്ങുക, ബോധമില്ലാത്ത സാധനം, മദ്യസേവി ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക? പൈസ ഉണ്ടാവണം. ഇവിടെ ചേട്ടദേവി നല്ലൊരു കുടത്തിൽ മദ്യമായിട്ടതാ പൊന്തി വന്നു. ഈ രാമായണത്തിൽ പറയുക ദേവന്മാരാണ് സുരയെ സ്വീകരിച്ചതെന്ന്. അസുരന്മാരെന്ന് പേര് വരാൻ കാരണം സുര എന്ന മദ്യം സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് അസുരന്മാർ ആയത്. ദേവന്മാർ സ്വീകരിച്ചുകൊണ്ട് സുരന്മാർ. അങ്ങനെയല്ല ശരിക്കും ഇവിടെ പറയണത് അസുരന്മാർ മദ്യം സ്വീകരിച്ചു എന്നാണ്. പിന്നെയാണ് ശംഖം ചക്രം ജളൂകം ദൃതമൃതകടം ജാപിതോർപ്പിച്ചതുർഭിസൂക്ഷ്മത്വത്യാധികൃത്യൻ ശുഖപരിവില തന്മൗലിമംബോജ നേത്രം കാളാംബോധോജ്വലാഭം കടിതടപിലതച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിത്തം നിഖിലഗതവന പ്രൗഢതാവാഗ്നിലീലം. ധന്വന്തരി മൂർത്തി ശംഖം ചക്രം മുകളിൽ 2 കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, താഴത്തെ ഒരു കയ്യിൽ അമൃതക്കുടം. അതാ അവരുദ്ദേശിച്ച ലക്ഷ്യം അതാണല്ലോ. മറ്റേ കയ്യിലൊരു അട്ട. ആയുർവേദ വീട്ടിലൊക്കെ വൈദ്യന്മാർ വീട്ടിൽ അട്ടയെ വളർത്തും. അതുകൊണ്ടാണ് ദുഷിച്ച രക്തം കടിച്ച് നീക്കുക. വേദനിക്കൂല്ല, അത്ര സ്വഭാവമുണ്ട് അട്ടയ്ക്ക്. അങ്ങനെ ഒരു കഴിവുണ്ട്, വേദനിക്കാതെ രക്തം കടിച്ച് കുടിക്കാനുള്ള കഴിവ്. ഇപ്പം ദുഷിച്ച രക്തമൊക്കെ ഉണ്ടച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അട്ടയെ കൊണ്ട് കടിപ്പിക്കുക. അതാണ് ജളൂകാം.
അങ്ങനെ മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി സുന്ദര സ്വരൂപത്തോടു കൂടിയിട്ട് അമൃതകുംഭവുമായിട്ടതാ ഭഗവാൻ അവിടെ നിന്ന് ആ പാലാഴിയിലാണ് പ്രത്യക്ഷമാവുകയാണ്. ആ സുരന്മാർ അവരുടെ സ്വഭാവമാണ് കാണിച്ചു, തട്ടിപ്പറിച്ചൊരൊറ്റ ഓട്ടം. അപ്പം ദേവന്മാർക്കൊക്കെ വലിയ ദുഃഖമായി. ഭഗവാൻ മോഹിനി വേഷത്തെ സ്വീകരിച്ച് അവരെ കബളിപ്പിച്ച് മോഹിപ്പിച്ച് അമൃതം മുഴുവൻ ദേവന്മാർക്ക് കൊടുക്കുകയാണ്. അതൊക്കെ അടുത്ത വിഷയം അധ്യായത്തിൽ പ്രമേയങ്ങളാണ്. ആ അമൃതത്തോടു കൂടി വന്നു എന്നുള്ളത് ഭാഗത്ത് നമുക്കിവിടെ ഇന്നത്തെ ഭാഗം കഴിയണു. ബാക്കി പിന്നീട്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.